നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ സൗഹൃദങ്ങളിലെല്ലാം നീ തോറ്റുപോവുകയല്ലേ ചെയ്തത്. നീ പരിശ്രമിച്ചാലും ആ പഴയ ബന്ധങ്ങൾ നിനക്ക് തിരിച്ചു കിട്ടോ? ആ പഴയ സൗഹൃദം നിനക്ക് തിരിച്ചു കിട്ടോ? അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഈ യുദ്ധക്കളത്തിൽ നിനക്ക് വിജയമായിരുന്നോ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ നിലയിലും നീ വിജയിച്ചു എന്ന് ആശ്വസിച്ച് നടക്കുമ്പോഴും ചിന്തിക്കുക, നിനക്ക് നഷ്ടമായത് നിന്റെ മനസ്സമാധാനമാണ്, നിന്റെ സന്തോഷങ്ങളാണ്. ജീവിതത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നവരും നമ്മളായിരിക്കുന്ന സാഹചര്യം മുഴുവൻ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്നവരുമാണ് നമ്മളിൽ പലരും, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യം ഒരു വ്യക്തി ചെയ്യണ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യം മുഴുവൻ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്നവരുമാണ് നമ്മളിൽ പലരും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ യുദ്ധക്കളമാക്കി മാറ്റുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ വിജയിക്കുന്നുണ്ടാകാം. ആ യുദ്ധത്തിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്ത വ്യക്തിയെ തർക്കിച്ചോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയോ അടിപിടി കൂടിയോ ആ വ്യക്തിയെ തോൽപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനുശേഷം, ആ യുദ്ധക്കളത്തിന് ശേഷം എന്ത് നേടി എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്? ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും. യുദ്ധങ്ങൾക്ക് ശേഷം, വഴക്കുകൾക്ക് ശേഷം, ഒത്തിരിയേറെ ഒച്ചപ്പാടും അടികൾക്ക് ശേഷം എനിക്ക് എന്താണ് ലഭിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കേ. ചിലപ്പോൾ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു എന്ന് വന്നേക്കാം, പക്ഷേ എനിക്ക് നഷ്ടമാകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൻ്റെ നന്മ, കുറച്ചൊക്കെ സമീപനം പാലിക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ കഴിവ്, എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലേ. എൻ്റെ എളിമ, സ്നേഹം, വിശ്വാസം ഒക്കെ നഷ്ടമാകുന്നുണ്ട്. ഒരു യുദ്ധത്തിന് ശേഷം ചിലപ്പോൾ അവരെ നമ്മൾ തോൽപ്പിക്കുന്നുണ്ടാകാം, പക്ഷെ നമുക്ക് നഷ്ടമാകുന്നത് ഒത്തിരിയേറെ ബന്ധങ്ങളും ഒത്തിരിയേറെ സ്നേഹങ്ങളുമാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, പറ്റാവുന്നിടത്തോളം ദേഷ്യം വരുന്ന സാഹചര്യങ്ങളും യുദ്ധക്കളമാക്കി മാറ്റാവുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും യുദ്ധത്തിന് ശേഷം ഒന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പല ബന്ധങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പലരും നമ്മളെ ഒത്തിരിയേറെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ അവർ പറഞ്ഞേക്കാം, അവനോട് മിണ്ടണ്ട. എടുത്തതിന് ചിലപ്പോൾ അവർ ദേഷ്യപ്പെടും. ചിലപ്പോൾ അവൻ എന്താ പറയണേന്ന് അറിയാൻ പാടില്ല. നമ്മൾ എന്തിനാ വേദനിക്കണേ? അവനങ്ങോട്ട് മാറ്റി നിർത്തിയേക്കാം. പലപ്പോഴും നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു എന്ന് നമ്മൾ കരുതി നടന്നാലും പലരും നമ്മളെ നോക്കി പറയുന്നത് അതായിരിക്കണമെന്നില്ല. നമ്മളെ നോക്കി അവർ പറയുക അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, പലപ്പോഴും പല യുദ്ധങ്ങളും പല അടിപിടികളും എൻ്റെ പല ദേഷ്യങ്ങളും എനിക്ക് ഒന്നും സമ്മാനിക്കുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം. കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളെ സമീപനത്തോടെ നോക്കിക്കണ്ട്, നല്ലതാണെങ്കിൽ തിരുത്തിക്കൊടുത്ത്, നന്മയോടെ തിരുത്തിക്കൊടുത്ത്, നല്ല വാക്കുകൾ ഓതി തിരുത്തിക്കൊടുത്ത് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലെ പല തകർച്ചകൾക്കും കാരണം നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ അരീശങ്ങളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഒരു സങ്കടമുണ്ട്. അച്ഛാ, ഞാൻ എടുത്ത വഴിക്ക് ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയ ഒരു വാക്കിൻ്റെ പുറത്ത് എൻ്റെ ഭാര്യ ഇപ്പം എന്നോട് മിണ്ടുന്നില്ല. സത്യമാണ്. ചിലപ്പോൾ നമ്മുടെ യുദ്ധക്കളത്തിൽ നമ്മൾ ജയിക്കാൻ വേണ്ടി പല വാക്കിൻ്റെ പ്രയോഗങ്ങളും പല പ്രവൃത്തികളും നമ്മൾ ചെയ്യും. പക്ഷെ അതുമൂലം നഷ്ടമാകുന്നത് നമുക്ക് തന്നെയാണ്. ഒത്തിരിയേറെ വേദനിക്കപ്പെടുന്നതും നമ്മൾ തന്നെയാണ്. പിന്നീട് നമ്മൾ ചിന്തിക്കലേ, വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? എന്തിനാണ് പലപ്പോഴും യുദ്ധക്കളത്തിലേക്ക് നമ്മൾ പോകുന്നത്? അതുകൊണ്ട് യുദ്ധക്കളങ്ങളിലേക്ക് പോകാതെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും തോൽപ്പിച്ചെന്ന് കരുതുന്ന നിനക്ക് ശരിക്കും വിജയമായിരുന്നോ കിട്ടിയത്? നഷ്ടങ്ങൾ മാത്രമായിരുന്നില്ലേ കിട്ടിയത്? എല്ലാവരെയും വിജയിച്ചു കീഴ്പ്പെടുത്തി എന്ന് വിചാരിക്കണ നീ ശരിക്കും വിജയിച്ചോ? ശരിക്കും തോൽക്കുകയല്ലേ ചെയ്തത്? നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ സൗഹൃദങ്ങളിലെല്ലാം നീ തോറ്റുപോവുകയല്ലേ ചെയ്തത്? നീ പരിശ്രമിച്ചാലും ആ പഴയ ബന്ധങ്ങൾ നിനക്ക് തിരിച്ചു കിട്ടോ? ആ പഴയ സൗഹൃദം നിനക്ക് തിരിച്ചു കിട്ടോ? അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഈ യുദ്ധക്കളത്തിൽ നിനക്ക് വിജയമായിരുന്നോ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൽ കുറച്ച് നേരത്തേക്ക് നീ വിജയിച്ചേക്കാം. പക്ഷേ നീ ഓർത്തിരിക്കണം, ആ യുദ്ധം നിനക്ക് സമ്മാനിക്കുന്നത്, ആ യുദ്ധക്കളം നിനക്ക് സമ്മാനിക്കുന്നത്
ജീവിതം മുഴുവൻ ഉള്ള കണ്ണുനീരാണ്, ഒത്തിരിയേറെ വേദനകളാണ്. പല മനുഷ്യരും നമ്മുടെയൊക്കെ ഒരു വാക്കിൻ്റെ പുറത്ത്, ഒരു പ്രവൃത്തിയുടെ പുറത്ത് ഒത്തിരിയേറെ നീറ്റൽ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധക്കളങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഞാൻ വിജയിച്ചെന്ന് കരുതി നീ എന്തെങ്കിലും കാര്യങ്ങൾ ഡയലോഗ് കാച്ചുമ്പോൾ ഓർത്തിരിക്കണം, എൻ്റെ കൂടെയുള്ളവർ ഒത്തിരിയേറെ പേര് അതിനെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെന്ന്. നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുക, വേദനകൾ മാത്രമാണ് കിട്ടിയിരിക്കുക, ഒത്തിരിയേറെ സഹനങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുക. എല്ലാ നിലയിലും നീ വിജയിച്ചു എന്ന് ആശ്വസിച്ച് നടക്കുമ്പോഴും ചിന്തിക്കുക, നിനക്ക് നഷ്ടമായത് നിൻ്റെ മനസ്സമാധാനമാണ്, നിൻ്റെ സന്തോഷങ്ങളാണ്, നിന്നെ ചേർത്ത് പിടിക്കാനുള്ള ഒത്തിരിയേറെ കരങ്ങളാണ്, നിൻ്റെ വേദനകളിൽ നിന്നെ സഹായിക്കാനുള്ള ഒത്തിരിയേറെ പേരുടെ നല്ല വാക്കുകളാണ്. നഷ്ടപ്പെടുത്തിയത് നീ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, യുദ്ധങ്ങൾ സൃഷ്ടിക്കാവുന്ന അല്ലെങ്കിൽ യുദ്ധക്കളങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. പലപ്പോഴും ചിന്തിക്കുക, എനിക്ക് മുമ്പിലുള്ള വ്യക്തിക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട്, ഒത്തിരിയേറെ പോരായ്മകളുണ്ട്, അവനും മനുഷ്യനാണ്, ചിലപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും അതേ തെറ്റ് തന്നെ അവൻ ആവർത്തിച്ചേക്കാം. പക്ഷേ എൻ്റെ ഒരു വാക്ക് കൊണ്ട് അവൻ ഒത്തിരിയേറെ നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് കൂട്ടുകാരെ, എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒത്തിരിയേറെ പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യുദ്ധക്കളങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നവരാകാൻ, യുദ്ധക്കളങ്ങളിൽ പെട്ടുപോയാലും, അരിശം വരുന്നൊരു സാഹചര്യത്തിൽ പെട്ടുപോയാലും, ദേഷ്യം തോന്നിയാലും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ തിരുത്തി കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും ഓർത്തിരിക്കുക, യുദ്ധങ്ങൾ ഒന്നും സമ്മാനിച്ചിട്ടില്ല. നമ്മുടെ അരിശവും നമ്മുടെ ദേഷ്യവും നമുക്കൊന്നും തരുന്നില്ല. കുറച്ച് വേദനകളും കുറച്ച് സങ്കടങ്ങളും അല്ലാതെ, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നതല്ലാതെ വേറൊരു നന്മയും അതിലൂടെ കിട്ടുന്നില്ല. എൻ്റെ യുദ്ധങ്ങളും എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. പല രാജാക്കന്മാരും പല യുദ്ധങ്ങൾക്ക് ശേഷവും ചോദിച്ച ചോദ്യവും ഇതുതന്നെയാണ്. യുദ്ധങ്ങൾ എനിക്ക് നേടിത്തന്നു, എന്ത് നേടിത്തന്നു? ഒന്നും നേടിത്തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. കുറച്ച് കണ്ണുനീരല്ലാതെ, കുറച്ച് വേദനകളല്ലാതെ, കുറച്ച് തകർച്ചകളല്ലാതെ എനിക്കൊന്നും നേടിത്തന്നിട്ടില്ല. അതുകൊണ്ട് കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ, ഞാനായിരിക്കുന്ന അവസ്ഥകളിൽ പലപ്പോഴും യുദ്ധക്കളങ്ങളാകാനുള്ള പല സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ സമീപനം പാലിച്ചുകൊണ്ട്, നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, മറ്റൊരു അവസരത്തിൽ ഞാനിത് പറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ നന്മയിൽ ജീവിക്കുന്നവരാകാൻ, സന്തോഷത്തോടെ ജീവിക്കുന്നവരാകാൻ, സമാധാനത്തോടെ ജീവിക്കുന്നവരാകാൻ, നമ്മുടെ എളിമയും നമ്മുടെ വിശ്വാസവും നമ്മുടെ സന്തോഷവും നമ്മുടെ സ്നേഹമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നവരാകാൻ, യുദ്ധക്കളത്തിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ.